ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ നാട്ടിൽ വന്ന് മത്സ്യ മാർക്കറ്റ് എവിടെയാണെന്ന് അന്വേഷിച്ചപ്പോൾ ആളുകൾ പറഞ്ഞു ഇവിടെ വളരെ അടുത്താണ്, നടന്നു പോയാൽ മതിയെന്ന്. അപ്പോൾ പുതിയ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണുകയും ചെയ്യാലോ എന്നായിരുന്നു വിചാരിച്ചത്. ശരിക്കും സുന്ദരമായ നാട്. വഴിയരികിൽ പൂക്കൾ പൂവിട്ട് നിൽക്കുന്നു. അങ്ങനെ നടന്ന് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തെത്തി. റെയിൽവേ സ്റ്റേഷനും കടന്നു പോകുമ്പോൾ ഈ നാട്ടിലെ ഏറ്റവും പ്രശസ്തമായ അമ്പലത്തിന് മുന്നിലെത്തി. വഴിയരികിൽ മലർവാകകൾ പൂത്തു നിൽക്കുന്നു. അതിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെയായിരുന്നു മത്സ്യ മാർക്കറ്റ്. അതെ, ശരിക്കും നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ഈ മാർക്കറ്റിൽ എല്ലാം സ്ത്രീകളാണ് വിൽപ്പനക്കാരികൾ. ഫ്രഷായ മത്സ്യങ്ങൾ പല കുട്ടയിലാക്കി അവർ ഇരുന്ന് ആ വെയിലിന് അഭിമുഖമായി ഇരുന്ന് വിൽക്കുകയാണ്. ഇവിടുത്തെ മത്സ്യങ്ങൾ ഏറ്റവും ഫ്രഷാണ് എന്നൊരു പ്രശസ്തി കൂടി ഉണ്ട്. മത്സ്യങ്ങൾ അന്നന്ന് വിറ്റു പോകുന്നതുകൊണ്ട് ഇവർക്ക് ഈ മത്സ്യം കേടാകാതെ സൂക്ഷിക്കാനുള്ള കെമിക്കൽസ് ഒന്നും ഇവർ ചേർക്കുന്നില്ല. ഇവിടെ ഓരോ മത്സ്യക്കാരിക്കും ഇരുന്ന് വിൽക്കാൻ ഒരു പ്രത്യേക സ്ഥലം അവർക്കുണ്ട്. ഈ ചൂട് കാലത്തും അവർ ഒരു ചെറിയ കുടയും പിടിച്ചിരുന്നാണ് വിൽക്കുന്നത്. ശരിക്കും കാണുമ്പോൾ വിഷമം തോന്നുന്നു. ബാർഗെയിൻ ചെയ്താൽ അവർ കുറച്ച് കാശൊക്കെ കുറച്ച് തരും. പക്ഷെ അവരുടെ ഈ കഷ്ടപ്പാട് കാണുമ്പോൾ ബാർഗെയിൻ ചെയ്യാനൊന്നും തോന്നാറില്ല. ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഓരോരുത്തരായി ആ മാർക്കറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു സ്ത്രീ ഓട്ടോയിൽ മത്സ്യങ്ങളുമായി വന്ന് അവരുടെ സ്ഥലത്തിരുന്ന് ഒരു കുട നിവർത്തി അവരും ആ സ്ഥാനത്ത് ഇരിക്കുകയാണ്. കുറച്ച് ഫ്രഷായ മത്സ്യം വാങ്ങി നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു. അതേ വഴിയിലൂടെ തന്നെ നിറയെ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന വഴികൾ. വീണ്ടും റെയിൽവേ സ്റ്റേഷൻ. ഇത് പാലക്കുന്ന് അമ്പലത്തിൻ്റെ ഒരു കഴകപ്പുരയാണ്. ഇവിടെ പ്രസാദ സദ്യയുടെ കൂടെ ചിക്കൻ കറിയും വിളമ്പാറുണ്ട് എന്നാണ് അറിഞ്ഞത്. എല്ലാ വീടുകളിലും ഒരുപാട് ചെടികളൊക്കെ നട്ടു വളർത്തിയിട്ടുണ്ട്. ഇതാണ് ഭജന മന്ദിരം ഈ നാട്ടിൽ. എന്ത് മനോഹരമായിട്ടാണ് അവർ വെച്ചത്. കൊന്നയുടെ കാലം കഴിഞ്ഞൊന്നുമില്ല. ഇപ്പോഴും കൊന്ന വിരിഞ്ഞ് നിൽക്കുന്നു. ഇലക്ഷൻ പ്രചരണങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും പൊതുവെ ഈ നാട് വളരെ ശാന്തമാണ്. ഇപ്പോൾ വീടെത്തി. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോയുമായി ഞാൻ ഉടനെ തിരിച്ചു വരാം. ഗുഡ് ബൈ.